പണി എത്രയും പെട്ടെന്ന് തീർക്കണേ. രാവും പകലില്ലാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസം വേണം. ഇനി ഞാൻ വിളിക്കുമ്പോൾ എന്റെ സ്വരം ഇതായിരിക്കില്ല. ഇനി യേശുദാസിന്റെ സ്വരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി 2 ദിവസം കൂടെ വേണ്ടി വരും. നേരെ ആക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി അച്ഛാ, നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ പോവും? നേർച്ചയില്ലേ? അല്ല, അപ്പം അതെത്ര ദിവസം എടുക്കും? ജീവിത ചുറ്റുപാടിൽ എത്രയും പെട്ടെന്ന് എത്താനല്ലേ ഡോക്ടർക്ക് എന്തറിയാം? ഇവിടുത്തെ ചുറ്റുപാട് ഡോക്ടർക്ക് അറിയോ? പിന്നെ ഇവ ഇന്ന് ജീവിച്ചിരിക്കുന്നവന്റെ അമ്മയുടെ നേർച്ച കാരണോ? 2 ദിവസം എടുക്കും. വീട്ടിൽ 2 ദിവസം എടുക്കും. പൂജയുണ്ട്. ഇനി എന്താ? ഇതൊരു പരീക്ഷണമാണ്. ഏറ്റായിട്ടു ഏൽക്കില്ലെന്ന് പറയാൻ പറ്റേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ. ഒരാളെ കൊല്ലാനല്ലേ നമുക്ക് ആവാത്തോളോ? സ്വയം ആത്മഹത്യയിലേക്ക് തന്നെ വിടാല. ബിനു കാരണം ഈ കുടുംബം കടബാധ്യത കയറി കൂട്ടാത്മഹത്യ ചെയ്യാന്നുള്ള പ്രതീതി അവനാദ്യം ഉണ്ടാക്കണം. വിഷം കഴിക്കുമ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കണം. നമ്മൾ കുടിക്കാന്ന് അഭിനയിക്കാനേ പാടും. മനസ്സിലായ? ബിനു പഴയ കണ്ടീഷനിലേക്ക് എത്തുകയാണെന്ന് കരുതുക. എന്നിട്ടൊരു നല്ല മനുഷ്യനായി മാറിയാലോ? എത്ര ശതമാനം? ഞാൻ അവൻ്റെ അമ്മയാ. അവനെ എനിക്കറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഓർമ്മയിലെത്തിയ അവൻ പഴയതിലും മോശമാവും. സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം കോമയിലൂടെ. പക്ഷെ അവൻ ആ പഴയ ബിനു ആയാൽ അതാണ് ഇത് സെഞ്ചുറി എടുക്കും. ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാത്മഹത്യ ചെയ്യാന്ന മുൻപിലെത്തിക്കുന്ന ജോലി കിട്ടിയാ ഏറ്റെടുത്തു. സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത്. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, മാറ്റണ്ടാവരുത്. ഓക്കെ, എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതെന്റെ വിധിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ കുറിച്ചാ. നിഷമിക്ക് എന്ത് പറ്റിയച്ചാ? ഒന്നുമില്ല. ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന്. അവനവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. അതേ സെയിം ജീനാ എൻ്റെ മോക്കും നിൻ്റെ ഭാര്യയ്ക്ക്. നീയും തച്ചു വച്ചോ. എനിക്കിവിടെ വന്നപ്പോഴേ അളിയൻ്റെ അച്ഛനമ്മയെ ഓർമ്മ വന്നു. പാവങ്ങൾ എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആത്മഹത്യക്ക് വന്നിട്ടുള്ളത്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ. അളിയനൊരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. അളിയൻ്റെ ഒടുക്കത്തെ ഓൺലൈൻ റമ്മി. കുടുംബത്തിൻ്റെ മാനവും പോയി, കാശും പോയി, ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി. അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ 2 പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ. വിഷം കലർത്തിയ ഒരു ഭക്ഷണത്തളികയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനും ഫാമിലിയും. ഓ അളിയ, അത് ഓർത്തിട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി. കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾക്ക്. അളിയ, നമുക്ക് പോവാളിയ, എനിക്ക് പേടിയാവുന്നു.